നോക്കൂ, അവർക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പല കാരണങ്ങളുണ്ടാവും അത് ചെയ്യാൻ. 3 തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച ഒരു വ്യക്തിയായിട്ട് ഞാൻ അറിയപ്പെടുന്നു. അത് മാത്രമല്ല 3 തവണയും പരാജയപ്പെട്ടു. അതുകൊണ്ട് ഇതോടെ അവര് പോകുന്നതിന്റെ അർത്ഥവും അതിന്റെ എന്താ പറയാ അതിന്റെ വിലയിരുത്തൽ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഞാൻ അതിനെയും കാട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ ഞാനൊരു വ്യക്തിയായിട്ട് അറിയും. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രചരണം ചെയ്തിട്ടായിരുന്നു കഴിഞ്ഞ 2 തവണ. പക്ഷെ 2 തവണയും നടന്നില്ല. ഇനി ഭാവിയിൽ അവരെന്ത് ചെയ്യുമെന്ന് എന്താ പറയാ, നമ്മൾ ആരെയും എതിര് സംസാരിക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് വലിയൊരു പ്രധാനപ്പെട്ട വ്യത്യാസം വരാൻ പോകുന്നുണ്ട് നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ. കഴിവുള്ള എതിരാളികളെന്ന് സാറിന് ഇപ്പൊ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 15 കൊല്ലത്തെ മത്സരങ്ങൾ, പലവിധ മത്സരങ്ങൾ അങ്ങ് നേരിട്ടിട്ടുണ്ട്. ബിജെപിയിൽ നിന്ന് ടൈറ്റ് ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട് 2009-ലും ഒക്കെ. അപ്പം ഈ ആത്മവിശ്വാസക്കുറവ് ഒരു കുറവുമില്ല. 2-3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ശ്രീ പനിയൻ രവീന്ദ്രൻ 15 വർഷം മുമ്പ് ഞാൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അദ്ദേഹമായിരുന്നു നിലവിലുണ്ടായിരുന്ന സിറ്റിംഗ് MP. പക്ഷെ അദ്ദേഹത്തിന് ആ സമയത്ത് മത്സരിക്കാൻ തോന്നിയില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിക്കല്ലേ അറിയുള്ളൂ എന്തുകൊണ്ട് ആ തവണ അവർക്ക് തോന്നിയില്ല അദ്ദേഹത്തിന് ആ സമയത്ത് എന്റെ എതിരെ നിൽക്കാൻ സാധിക്കുമെന്ന്. ഈ 15 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്പൊ മത്സരിക്കുന്നു. ഞാൻ സ്വാഗതം പറയുന്നു. പക്ഷെ അതിന്റെ ഒപ്പം നമുക്ക് ചോദിക്കാനുണ്ട്, ഈ 15 വർഷക്കാലം തിരുവനന്തപുരത്തിന് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തെ ചില വിഷയങ്ങളെക്കുറിച്ച് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്, എന്താണ് ചെയ്തിരിക്കുന്നത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ അറിയും. പക്ഷെ അദ്ദേഹത്തെ ഒരു ബിസിനസ്സുകാരനാണ് കൂടുതൽ അറിയാം. അത് മാത്രമല്ല അദ്ദേഹം ഇതുവരെ പ്രവർത്തിച്ചിരിക്കുന്നത് രാജ്യസഭയിൽ ഒരു നോമിനേറ്റഡ് MP ആയിട്ടാണല്ലോ. ഇത് ആദ്യത്തെ തവണയിൽ അദ്ദേഹം ഇപ്പോൾ ജനങ്ങളുടെ വിശ്വാസം എടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു വലിയ വെല്ലുവിളിയാണത്. അദ്ദേഹം ഇതുവരെ ഒരു ഇലക്ഷൻ ജയിച്ചിട്ടല്ല, ഒരു പ്രതിനിധിയായിട്ടല്ല അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു എന്താ പറയാ ആത്മവിശ്വാസം ഒരു കുറവില്ല എന്ന് മാത്രമല്ല, ഞാൻ ശരിക്ക് പറയുകയാണെങ്കിൽ ഇതിനെ ഞാൻ മര്യാദയോട് കാണുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും മര്യാദയോടെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ അതിനെയും കാട്ട് കൂടുതലായിട്ട് വലിയ എന്താ പറയാ ഒരു ചിന്തയൊന്നുമില്ല നമ്മുടെ മനസ്സിൽ. ഇന്ത്യയിലാകെ കോൺഗ്രസിന്റെ ഒരു പ്രകടനം എങ്ങനെയായിരുന്നു? നോക്കൂ, അത് 100% പറയാൻ സാധിക്കാത്ത ഒറ്റ കാരണമാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോ പ്രകടന പത്രിക ഞങ്ങൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെന് കൊടുത്ത ശേഷം അദ്ദേഹം അതിനെ വർക്കിംഗ് കമ്മിറ്റിയുടെ മുമ്പ് വെച്ചിട്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അതിനെ അപ്രൂവ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമുള്ളൂ. പക്ഷേ ഒരു മുദ്രാവാക്യം വേണമെന്നുണ്ടെങ്കിൽ ന്യായം തന്നെയാണ്. എല്ലാവർക്കും നമ്മൾ ന്യായം കൊണ്ടുവരും. യുവാക്കൾക്കായ ശരി, മഹിളക്കായ ശരി, ന്യൂനപക്ഷികൾക്കായ ശരി, ഓരോരു വർഗത്തിനായാൽ നമ്മളെല്ലാവരെയും നമ്മളുടെ ആഗ്രഹം ഈ രാജ്യത്തിൽ ന്യായത്തിനൊരു പ്രാധാന്യം ഉണ്ടാവണം. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വർക്കിംഗ് കമ്മിറ്റി അംഗീകരിച്ച ശേഷം സംസാരിക്കുക. അത് എന്റെ അഭിപ്രായത്തിൽ കുറച്ച് ദിവസത്തിനകത്ത് തന്നെ ഉണ്ടാവണം. അപ്രൂവൽ വേഗം വരും. വന്ന ശേഷം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ സംസാരിക്കുക. ഞാൻ ഒരു കാര്യം എന്തായാലും എന്റെ പ്രചരണത്തിൽ ഞാൻ കണ്ടിരിക്കണം, ഞാൻ ഇപ്പോഴേ പറയാൻ സാധിക്കുന്നത്, ജനങ്ങൾക്ക് അവർ സ്വന്തം ജീവിതത്തിന്റെ സ്ഥിതിയാണ് അറിയേണ്ടത്. ഒരു സർക്കാരിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ സർക്കാരിന്റെ ഉത്തരവാദിത്തം ഒരു വ്യക്തിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എങ്ങനെയുള്ള മെച്ചപ്പെടുത്തലാണ് സർക്കാരിന് ചെയ്യാൻ സാധിക്കുക. അതാണ് ജനങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം. നേരെ മറിച്ച് 10 വർഷക്കാലം ആർക്കും വലിയ ഗുണമുണ്ടായിട്ടില്ല സർക്കാരിന്റെ. തൊഴിലില്ലായ്മ കൂടി വന്നിട്ടേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ പ്രത്യേകിച്ച് യുവാക്കൾ 20 വയസ്സ് മുതൽ 24 വയസ്സായ യുവ ഭാരതീയർക്ക് 45.4% ഈ തൊഴിലില്ലായ്മ. ആ സ്ഥിതിയിൽ പലവർക്കും തൊഴിലില്ല, ശമ്പളമില്ല, വരുമാനം കുറഞ്ഞിട്ടുണ്ട്. നോട്ട് നിരോധന ശേഷവും അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്ന ശേഷവും പലവർക്കും പണ്ട് കാലത്തുണ്ടായിരുന്ന വരുമാനം അവർ പോക്കറ്റിൽ ഇപ്പോൾ കാണുന്നില്ല. ആ സ്ഥിതിയിൽ BJPക്ക് വന്നിട്ട് വീണ്ടും വോട്ട് ചോദിക്കാൻ ഇവിടുന്നാണ് ധൈര്യം വരുന്നത്? അതുകൊണ്ടല്ലേ അവർ ക്ഷേത്രത്തിനെ കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിക്കണം. അവർക്ക് ജനങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് എങ്ങനെ അവർ നന്നാക്കിയെന്ന് ചൂണ്ടിക്കാണിക്കാനും പറയാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് എനിക്കൊരു സംശയമില്ല, നമ്മുടെ പ്രകടനത്തിൽ നമ്മൾ ജനങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗുണമുണ്ടായിട്ടുണ്ടോ? ഈ സർക്കാരിന്റെ പല തീരുമാനങ്ങളുടെ കാരണം നിങ്ങൾക്ക് വല്ല വിധത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ വല്ല മെച്ചപ്പെടലുണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തിനാണ് അവർക്ക് വോട്ട് കൊടുക്കണം? ഇതാണ് നമ്മൾ ഭാരതം മുഴുവൻ ആൾക്കാരോട് ചോദിക്കാൻ ആവശ്യമുള്ളത്.